2014 കാണാതായ മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിന്റെ തെരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനം. ടെക്സസ് ആസ്ഥാനമായുള്ള മറൈൻ റോബോട്ടിക്സ് കമ്പനിക്കാണ് മലേഷ്യൻ സർക്കാർ അന്തിമ അനുമതി നൽകിയത്. അവശിഷ്ടങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഓഷ്യൻ ഇൻഫിനിറ്റി എന്ന കമ്പനിക്ക് $70 മില്യൺ, ഏകദേശം 600 കോടി രൂപ സർക്കാർ നൽകൂ. 2014 കാണാതായ മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിന്റെ തിരച്ചിൽ പുനരാരംഭിക്കാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. 2014 മാർച്ച് 8-നാണ് 227 യാത്രക്കാരും 12 ജീവനക്കാരുമായി ക്വാലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് പറന്ന മലേഷ്യൻ എയർലൈൻസിന്റെ MH370 വിമാനം യാത്രാമധ്യേ അപ്രത്യക്ഷമായത്. പല നിഗമനങ്ങളുമുണ്ടായി. വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണു എന്നതായിരുന്നു ഒരു നിഗമനം. പക്ഷേ അവശിഷ്ടത്തിന്റെ പൊടി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ക്വാലാലംപൂരിൽ നിന്ന് പറന്നുയർന്ന് 40 മിനിറ്റിന് ശേഷം MH370 ബന്ധം നഷ്ടമാവുകയായിരുന്നു. വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണിരിക്കാമെന്നാണ് വിദഗ്ധരുടെ നിഗമനമുണ്ടായത്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ആഫ്രിക്കൻ തീരത്തേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകളിലേക്കും ഒഴുകിപ്പോയിരിക്കാമെന്ന അഭിപ്രായമുയർന്നു. 2018-ലാണ് അവസാനമായി വിമാനത്തിന്റെ തെരച്ചിൽ നടത്തിയത്. അന്ന് തെരച്ചിൽ നടത്തിയ ഓഷ്യൻ ഇൻഫിനിറ്റിയുമായാണ് മലേഷ്യ വീണ്ടും തെരച്ചിലിനായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. യാത്രക്കാരുടെ കുടുംബങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ടെന്നും അതിനാലാണ് തെരച്ചിൽ പുനരാരംഭിക്കുന്നതെന്നും മലേഷ്യൻ ഗതാഗത മന്ത്രി ആന്റണി ലോക്ക് വ്യക്തമാക്കി. വീണ്ടും തെരച്ചിൽ നടത്താനുള്ള മലേഷ്യൻ സർക്കാരിന്റെ പുതിയ തീരുമാനത്തെ അന്ന് കാണാതായവരുടെ ബന്ധുക്കൾ സ്വാഗതം ചെയ്തു. വിമാനത്തിലുണ്ടായിരുന്ന 150ഓളം പേർ ചൈനക്കാരായിരുന്നു. ഒപ്പം 50 മലേഷ്യക്കാരുമുണ്ടായിരുന്നു. ഫ്രാൻസ്, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഇന്ത്യ, അമേരിക്ക, ഉക്രൈൻ, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും കാണാതായവരുടെ പട്ടികയിലുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.